ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. 50 കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ 3.5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ അപ്രൂവൽ ഉടൻ തന്നെ ഓൺലൈനിൽ നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തി. 3.5 വർഷം കഴിഞ്ഞ് ലൈസൻസുകൾ നേടിയാൽ മതി എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. വലിയ നിക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി ചെയർമാനായും വ്യവസായ വകുപ്പ് മന്ത്രി കോ ചെയർമാനുമായും മറ്റ് പ്രധാന വകുപ്പുകളുടെ മന്ത്രിമാർ വൈസ് ചെയർമാൻമാരുമായുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും ഇൻഡസ്ട്രീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള എക്സിക്യൂട്ടീവ് സംവിധാനം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ചെറുകിട വ്യവസായങ്ങൾക്ക് KSIDC വഴി 1200 കോടി രൂപ വായ്പ നൽകാൻ കഴിഞ്ഞു. KSIDCക്ക് മലബാർ മേഖലയ്ക്ക് വേണ്ടി കോഴിക്കോട് പുതിയ സോണൽ ഓഫീസ് ആരംഭിച്ചു. കിൻഫ്രയുടെ പുതിയൊരു ഓഫീസ് മട്ടന്നൂർ പാർക്കിനോട് ചേർന്ന് ഉത്തരമേഖലയ്ക്ക് വേണ്ടി അവിടെയും ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. MSMEകൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന പ്രശ്നം വയനാടിന്റെ ഘട്ടത്തിൽ ഒന്നുകൂടി കാണുകയുണ്ടായി. നമ്മുടെ ദുരന്ത നിവാരണ നിയമത്തിനകത്ത് സംരംഭങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ പരിഹാരം നൽകാനുള്ള വ്യവസ്ഥകളില്ല. അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി മാനുഫാക്ചറിങ്ങിന് 20 ലക്ഷം രൂപയും സർവീസിന് 10 ലക്ഷം രൂപയും ട്രേഡിന് 7 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകിയത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 50% സർക്കാർ അടയ്ക്കുന്ന രൂപത്തിലുള്ള ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തി. ഇതുകൂടാതെ 51 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവമാണ്. ഏകദേശം 560 ഏക്കറോളം സ്ഥലം പുതുതായി വ്യവസായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിലാകെ ഇതുവരെ 40ഓളം പാർക്കുകളാണ് സർക്കാർ സംവിധാനത്തിനകത്തുള്ളതെങ്കിൽ ഈ കാലയളവിൽ നമുക്ക് 51 പുതിയ സ്വകാര്യ പാർക്കുകൾ അതിൽ അനുമതി നൽകി 10 ഉദ്ഘാടനം ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതും ഉദ്ഘാടനത്തിന് സജ്ജമായി. 11 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് അനുമതി നൽകി. അതുപോലെ കിൻഫ്രയുടെ പാർക്കുകൾക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം കിട്ടി. നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കുന്നതിനും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. നിർമ്മാണം ഇപ്പോൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പൊതുമേഖലയിലാണെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ബോർഡ് കൊണ്ടുവന്നു. എല്ലാ പൊതുമേഖല ഡയറക്ട് ബോർഡിലും എക്സ്പെർട്സിനെ ബോർഡ് അംഗങ്ങളാക്കി. ഈ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 28 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 25 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലായിട്ടുള്ളത്. ഇത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതുപോലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് അതിപ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലായി. നമ്മളിപ്പോ അതിന്റെ എക്സ്പാൻഷൻ 741 കോടിയുടെ എക്സ്പാൻഷൻ മുന്നോട്ട് പോവുകയാണ്. 400 കോടി മുതൽ മുടക്കിലുള്ള കേരള റബ്ബർ ലിമിറ്റഡ് അത് ഉദ്ഘാടനം ചെയ്തു. അവിടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ 480 കോടിയുടെ നിക്ഷേപത്തിനുള്ള അലോട്ട്മെന്റ് നൽകുകയുണ്ടായി. 3000 കോടിയുടെ നിക്ഷേപമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലയിലും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദഗ്ധ സമിതി ശുപാർശകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. കയർ മേഖലയിൽ കയർ കോൺക്ലേവ് കൂടി സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പോ റിവോൾവിംഗ് ഫണ്ട് അവിടെ നടപ്പിലാക്കി, സമയബന്ധിതമായി സൊസൈറ്റികൾക്ക് ഫണ്ട് നൽകാൻ. പിന്നെ ചകിരിയുടെ ക്ഷാമം പരിഹരിക്കാൻ 2 വർഷത്തിൽ 2 തവണ ടെൻഡർ വിളിക്കുന്ന രൂപത്തിൽ ഫൈബർ ബാങ്ക് ഇപ്പോൾ രൂപീകരിച്ചു. കോട്ടൺ മേഖലയിൽ കോട്ടൺ ബോർഡ് രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പല മില്ലുകളും നഷ്ടത്തിലായത് ഇപ്പോൾ ലാഭത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് പുതിയ ഡിസൈനുകൾ കൈത്തറിയിലും കൊയറിലും നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കശുവണ്ടി മേഖലയിൽ സ്വകാര്യ വ്യവസായികൾക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പിലാക്കി. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബാധ്യതകൾ ഒരു ഭാഗം സർക്കാർ ഏറ്റെടുത്തു. മോഡേണൈസേഷന് വേണ്ടി ഫണ്ട് അനുവദിച്ചു. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുക്കുമ്പോൾ 50 ലക്ഷം രൂപ വരെ സർക്കാർ നൽകുന്ന രൂപത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ചു. സ്ത്രീകളുടെ തൊഴിലിടം മെച്ചപ്പെടുത്താൻ 5 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ഷെല്ലിംഗ് മോഡേണൈസേഷന് വേണ്ടി 5 കോടി അനുവദിച്ചു. ഈ മാസങ്ങളിലെല്ലാം മുടക്കമില്ലാതെ തന്നെ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നതും പ്രത്യേകം കാണേണ്ടതുണ്ട്. ഈറ്റ മേഖലയിലായിരുന്നു കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതും പരിഹാരമായി. ബാംബു മിഷനും ബാംബു ബോർഡും ചേർന്നുള്ള സമഗ്രമായ പദ്ധതി താഴേക്ക് പരമ്പരാഗത തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംബു ബോർഡിന്റെ ജോയിന്റ് വെഞ്ചറുകൾ സാധ്യമായി. കെൽട്രോൺ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടേൺ ഓവറുള്ള 1300 കോടിയിലധികം ടേൺ ഓവറുള്ള സ്ഥാപനമായി മാറി.
റഷ്യ, വിയറ്റ്നാം, അൾജീരിയ കമ്പനികളുമായിട്ട് ജോയിന്റ് വെഞ്ചറിലേക്ക് എത്തി. ഡിഫൻസ് മേഖലയ്ക്കകത്തും സ്പേസ് മേഖലയ്ക്കകത്തും കെൽട്രോൺ നല്ല സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. KMML പുതിയ ഘട്ടത്തിലേക്കാണ്. അവിടെ മോണോസൈറ്റിന്റെ വാല്യൂ അഡീഷന്റെ പദ്ധതിയുടെ തുടക്കമായി. ഒരു കോറിഡോർ, അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിവേഴ്സ് ബയർ സെല്ലർ പദ്ധതി നടപ്പിലാക്കി. നിരവധി രാജ്യങ്ങൾ 24 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ അതിൽ പങ്കെടുത്തു. നമ്മുടെ ചെറിയ MSMEകൾക്കെല്ലാം ലോക വിപണിയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതിന് അത് സഹായകരമായി. കേരള ബ്രാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തതിന് ശേഷം 10 ഇനങ്ങൾക്ക് കൂടി നമ്മളിപ്പോ കേരള ബ്രാൻഡ് നൽകുകയാണ്. കയറ്റുമതിയിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. MSME മേഖലയിൽ 1 ലക്ഷം കോടി രൂപയേക്കാൾ അധികമായി ബാങ്കുകൾ നൽകുന്ന വായ്പ എന്നുള്ളത്. ഇപ്പൊ 48,000-ൽ നിന്ന് 1 ലക്ഷം കോടി രൂപയിലധികം വായ്പ നമുക്ക് MSMEകൾക്ക് വേണ്ടി ബാങ്കുകൾ വഴി നൽകി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏറെക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന പെരുമ്പാവൂർ റയോൺസ്, അവിടെ ഇലക്ട്രോണിക്സ് കമ്പനി ആരംഭിക്കാൻ കഴിഞ്ഞു. 23 വർഷമായി കാട് പിടിച്ച് കിടന്ന കെൽട്രോണിന്റെ മുളങ്കുമ്പത്തുകാവിലെ ലാൻഡ്, അത് നമ്മളവിടെ സിമറ്റും കെൽട്രോണും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറും സിമറ്റിന്റെ തനതായ പദ്ധതി അതിനുവേണ്ടി ഫണ്ട് നൽകുകയുണ്ട്. അതിനുവേണ്ടി പദ്ധതി അംഗീകരിച്ചു. ബ്രഹ്മോസിന്റെ പുതിയ പദ്ധതിക്ക് വേണ്ടിയുള്ള ലാൻഡ് ഇവിടെ നൽകി. കിൻഫ്രയ്ക്ക് ഇപ്പൊ 1000 കോടി രൂപയുടെ പുതിയ വായ്പയ്ക്ക് ഗ്യാരണ്ടി. ആദ്യമായിട്ടാണ് ലാൻഡ് നേരിട്ടെടുക്കുന്നതിന് കിൻഫ്രയ്ക്ക് ഗവൺമെന്റ് ലാൻഡ് നൽകുന്നത്. ഖാദി ബോർഡും വളരെ നല്ല രീതിയിൽ പുതിയ ഡിസൈനുകൾ വന്നു. ഖാദി സാരികൾ, പുതിയ കുട്ടി കുപ്പായങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിപണിയിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു. അപ്പോൾ പൊതുവെ സംരംഭക സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഇതിനകത്തുണ്ടായി. മാധ്യമങ്ങളും നല്ല രീതിയിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ ഈ 10 വർഷത്തിന്റെ തുടർച്ച, ആ തുടർച്ച പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം ഒരു 5-10 വർഷം കൊണ്ട് കേരളത്തെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ESG ഇൻവെസ്റ്റ്മെന്റിന്റെയും ഹൈടെക് മാനുഫാക്ചറിംഗിന്റെയും ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ചെറുതായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ ട്രാവൻകൂർ സിമന്റ്സിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചു. ഇന്ത്യയിൽ ആദ്യമായി LC3 വൈറ്റ് സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായി ട്രാവൻകൂർ സിമന്റ്സ് മാറി. ഇപ്പോൾ നമുക്ക് തിരികെ